ഹായ് ഫ്രണ്ട്സ്, ട്രാമ്പൻ ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? വൈകുന്നേരം 4 മണി പലഹാരമായിട്ട് സ്ഥിരം ഉള്ള ഒരു എന്താ പറയുന്ന ഡിഷസിൽ നിന്ന് മാറി ഒരു വെറൈറ്റി ആയിട്ടുള്ള അവലും ഏത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മുടെ സ്നാക്ക് ഐറ്റത്തിലുള്ളത്. അപ്പോൾ ദേ വീഡിയോ വരുന്നു. ആദ്യമായിട്ടുണ്ടല്ലോ ഞാനൊരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. അത് ചൂടാകുമ്പോഴത്തേക്കും ഒരു ഏത്തപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയോടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പഴത്തിന് നല്ല മധുരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര അധികം ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ നല്ല സ്വീറ്റായിട്ട് കിട്ടാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പഴം നന്നായിട്ട് വെന്ത് വന്ന് കഴിയുമ്പോൾ നെയ്യിൽ കിടന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ അത് മാറ്റുക. അതിനുശേഷം ബാക്കിയുള്ള നെയ്യിലോട്ട് കുറച്ച് കാഷ്യൂ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ അവലുണ്ടല്ലോ, പൊഹ എന്നൊക്കെ ചിലവർ പറയും. നമ്മുടെ നാട്ടിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പൊഹയാണ്, നമ്മുടെ നാട്ടിൽ നല്ല ശുദ്ധമായ അവൽ. അത് ഈ നെയ്യിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ ഈ അവൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതിലേക്ക് ഒരു 2 ഏലക്ക ചതച്ചത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് തേങ്ങാപ്പീരയും കൂടെ, ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ തേങ്ങ എല്ലാം ഒന്ന് ആ ഒരു പച്ച ടേസ്റ്റ് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഗീയിൽ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ബനാനയോടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള അവലിൻ്റെ കൂടെ നല്ല ജ്യൂസി ടൈപ്പായിട്ടുള്ള ബനാന നമുക്ക് കടിക്കാൻ കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയോടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. Press the bell icon on the YouTube app and never miss another update.